Hey all, Assalamu alaikum. Welcome back to my channel. It's me Tazli Sadiq. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എഗെയിൻ ഒരു മീഷോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് മീഷോ ഒന്നും ഇത്ര അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഡ്രസ്സസ്. അപ്പോൾ ഞാൻ നല്ലതും കാണിക്കാം, അതുപോലെ തന്നെ ഫ്ലോപ്പ് ആയ ഡ്രസ്സസ് കൂടി കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സസ് തന്നെ ആദ്യം കാണിക്കാം. ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രേ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഈ ഒരു ടോപ്പാണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്ക് ഈ പിക്ചർ കണ്ടപാടെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ നല്ല പ്രൊഡക്റ്റാണ് കൈ കിട്ടിയപ്പോൾ. അപ്പം നെക്ക് വന്നിട്ട് വി നെക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്കിന്റെ പോർഷനിലായിട്ട് ഇതുപോലെയുള്ള സ്വീക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രലായിട്ട് ഫ്രിൽസും ഒരു കോയിൻസ്, ചെറിയ ചെറിയ കോയിൻസ് പോലെയുള്ള ഇതും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിങ്ങിലായിട്ട് ഇതുപോലെയുള്ള ഫ്രിൽസും അതുപോലെ തന്നെ ഷർട്ട് കൈൻഡ് ഓഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ലെങ്ത് വന്നിട്ട് എബവ് നീ ലെങ്ത് വരെയുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. തിക്ക് ആയിട്ടുള്ള കോട്ടൺ അല്ല, കുറച്ചും കൂടി തിൻ ആയിട്ടുള്ളതാണ്. അതായത് സീ ത്രൂ ആണോന്ന് വെച്ചാൽ സീ ത്രൂ ഒന്നല്ല, ഈ ഒരു കളറ് അത്ര സീ ത്രൂ ആയിട്ടുള്ള കളറല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാം. നല്ല സ്റ്റൈലുണ്ട് വെയർ ചെയ്തിട്ട്. അപ്പൊ ഇതിന്റെ സൈസ് ഞാൻ ചൂസ് ആക്കിയിട്ടുള്ളത് XL ആണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് വന്നിട്ടുള്ളത് XXL ആണ്. ഞാൻ സൈസ് നോക്കിയിട്ടില്ല. ഇപ്പൊ XXL ആയതുകൊണ്ടായിരിക്കും നമുക്ക് നല്ല ലൂസിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ചൂസ് ആക്കിയിട്ടുള്ളത് XL ആണ്. ഇപ്പൊ ഞാൻ 2-3 പർച്ചേസിങ്ങിലായി ഞാനിങ്ങനെ സൈസിലാണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ വന്നിട്ടുള്ളത് XXL ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഓവർ സൈസ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കറക്റ്റ് സൈസ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അത് കുറച്ചും കൂടി കറക്റ്റ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പൊ അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ പ്രൈസും ഡീറ്റെയിലിങ്ങും നമുക്ക് ഓർമ്മയില്ല. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തു. നെക്സ്റ്റ് വന്നിട്ടുള്ളത് എഗെയിൻ നമുക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഷെയ്ഡാണ്. ഇത് പിക്ചറിൽ കാണുന്ന പോലെയല്ല. പിക്ചറിൽ നമുക്ക് വ്യക്തമായിട്ട് ഇതിന്റെ പ്രിന്റ്സും കാര്യങ്ങളൊന്നും കാണുന്നുണ്ടായിട്ടില്ല. ബട്ട് കയ്യിൽ കിട്ടിയ സമയത്ത് നമുക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതില് നമ്മൾ ഇങ്ങനെ കാണുന്നതിനേക്കാളും നല്ല ഭംഗി വെയർ ചെയ്തിട്ടാന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിന്റെ പ്രിന്റ്സ് വന്നിട്ട് ചുങ്കിടി എന്നെല്ലൊക്കെ പറയുന്ന പോലത്തെ പ്രിന്റ്സ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് സാധാരണ നോർമൽ സ്ലീവ് ആണ്, 3/4 സ്ലീവ് ആണ്. അതുപോലെ തന്നെ നെക്ക് വന്നിട്ട് ഒരു ആലിയ കെട്ട് പോലെയുള്ള നെക്കാണ് കൊടുത്തിട്ടുള്ളത്. വി നെക്കാണ്. ഇവിടുന്ന് ഒരു ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്, ആലിയ കെട്ടിലൊക്കെ വരുന്ന പോലെയുള്ള. നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ലെങ്ത് വന്നിട്ട് എബവ് നീ ലെങ്ത് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഷെയ്ഡാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമായത്. നല്ലൊരു റാണി പിങ്ക് ഒക്കെ പോലെയുള്ള ഷെയ്ഡിലാണ് ഈ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ളത്. സൈസ് ഞാൻ ചൂസ് ആക്കിയിട്ടുള്ളത് XL ആണ്. കറക്റ്റ് ആണ് കേട്ടോ ഈ സൈസ് വന്നിട്ട്. ഇത് വെയർ ചെയ്തിട്ട് നമുക്കൊരു അപ്പ് ആൻഡ് ഡൗൺ പോലെയാണ് ഉള്ളത്. അതായത് പിക്ചറിൽ അതുപോലെ തന്നെയാണ് ഉണ്ടായത്. പക്ഷെ വെയർ ചെയ്തിട്ട് എന്തോ നല്ല ഭംഗിയുണ്ട്. കളർ എന്താണെന്ന് അറിയില്ല, നല്ല ഭംഗിയുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടമായ ടോപ്പാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 354 അങ്ങനെ എന്തോ ആ പ്രൈസിനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇനി ഞാൻ വാങ്ങിച്ച അട്ടർ ഫ്ലോപ്പ് ഡ്രസ് കാണിച്ചു തരാം. ഞാൻ ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ്. അത്യാവശ്യം മീഷോയിൽ നല്ല റിവ്യൂ ഉണ്ടായിരുന്നു. ഈ ഡ്രസ് ഷോക്കായി പോയി ഡ്രസ്സ് കൈ കിട്ടിയ സമയത്ത്. ഫസ്റ്റ് തന്നെ ഇതിന്റെ ഫ്രണ്ടില് വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള എലാസ്റ്റിക് ആണ്. അപ്പൊ ഇത് ഞാൻ വിയർ ചെയ്തിട്ടില്ല. ഇതിന്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം, മീഷോയിലുള്ള പിക്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ടില് വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പിക്കിലും ഇങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഇന്നർ വെച്ച് പെയർ ചെയ്യാന്നുള്ള രീതിയിലാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഫ്രണ്ടിൽ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഭയങ്കര ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഡ്രസ്സാണ്. അതുപോലെ തന്നെ ലെങ്ത് വന്നിട്ട് കാഫ് ലെങ്ത്തിലെ ഏകദേശം നീ ലെങ്ത് വരെ ഉള്ളൂ ഇതിന്റെ ഈ ടോപ്പിന്റെ ലെങ്ത്. പക്ഷെ ഞാൻ ആ പിക്കിൽ കാണുമ്പോൾ മാക്സി ലെങ്ത് ആണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ റിവ്യൂലും എല്ലാം മാക്സി ലെങ്ത് പോലെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് കയ്യിൽ കിട്ടാൻ എനിക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയും ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കോ. അപ്പം ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിട്ട് 400 and something എന്തോ ആണ്. നെക്സ്റ്റ് വന്നിട്ട് അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു വൈറ്റ് കഫ്താനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. ഏകദേശം പിക്ചറിൽ കാണുമ്പോൾ കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ട്. അതിൽ വന്ന നെക്കും കാര്യങ്ങളെല്ലാം കുറച്ച് ഡിഫറെന്റ് ആണ്. പക്ഷെ കയ്യിൽ കിട്ടിയാൽ എനിക്ക് ഇഷ്ടക്കുറവൊന്നും തോന്നിയിട്ടില്ല. നല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. നെക്കിനൊക്കെ കൊടുത്ത ഈ ഒരു എംബ്രോയിഡറീസിനൊക്കെ വന്നിട്ട്. അതുപോലെ തന്നെ സാധാരണ മീഷോന്ന് കിട്ടുന്ന പോലത്തുള്ള ഒരു എംബ്രോയിഡറി അല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം ഇതും ബോഡി ഹഗ് നമ്മളെ ബോഡിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെയാണ് ഈ ഡ്രസ്സ് നമുക്ക് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ വേറെ പ്രശ്നമൊന്നും തോന്നൂല. എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഉള്ളത്. സ്ലീവിന്റെ എൻഡിങ്ങിലായിട്ട്
ഇതുപോലെയുള്ള പിന്നെ ഒരു എംബ്രോയിഡറീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ വിയർ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ശരിയായ പ്രോബ്ലം മനസ്സിലായത്. നമ്മളെ ബോഡിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ അങ്ങനെയല്ലോ, സെയിം അതേപോലെയുള്ള ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്. അപ്പം ബാക്കി എല്ലാം കൊണ്ടും നല്ലതാണ്, പക്ഷെ വിയർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇന്നത്തെ ഹോൾ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇത് പറയുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യണമെന്നില്ല, എന്നാലും മേ ബി ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുമായിരിക്കും. ഇൻഷാ അല്ലാഹ്. ബൈ ബൈ.